നമ്മൾ ഏകദേശം ഒരു ഹൈ ലെവൽ റിക്വയർമെന്റ് എല്ലാം സെറ്റ് ആയപ്പോൾ തന്നെ നമ്മൾ പലരുമായിട്ട് നമ്മൾ ഐഡിയാസ് ഇങ്ങനെ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങി. എഞ്ചിനീയേഴ്സുമായിട്ടും കോൺട്രാക്ടേഴ്സുമായിട്ടും പരിചയമുള്ളവരും ഇല്ലാത്തടത്തൊക്കെ അതായത് നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ ഒരു ബോർഡ് കണ്ടു കഴിഞ്ഞാൽ വെറുതെ ഒന്ന് കയറിയിട്ട് ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് നോക്കും എന്താണ് അവരുടെ അഭിപ്രായം. അപ്പൊ നമ്മൾ പൊതുവായിട്ടുള്ളൊരു ട്രെൻഡ് കണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ റിക്വയർമെന്റ് കുറച്ച് വിചിത്രമാണല്ലോ, അതുകൊണ്ട് ആർക്കും വലിയ താല്പര്യമില്ല. എല്ലാവരും പഴയ ഇപ്പൊ ഒരു 10-40 കൊല്ലം മുമ്പ് ചെയ്തുകൊണ്ടിരുന്ന അതേ ടൈപ്പ് വീടുകളൊക്കെ ചെയ്യാൻ അവർക്ക് ഇഷ്ടമാണ്. അത് ഇനി മുൻപോട്ട് അവർ ചെയ്യുമായിരിക്കും. പക്ഷെ ഇങ്ങനത്തെ തലതിരിഞ്ഞ പ്ലാൻ, ഞങ്ങൾ പറയുന്ന പ്ലാൻ ചെയ്യാൻ അവർക്കൊരു താല്പര്യമില്ല. താല്പര്യമില്ല ഇൻ ദ സെൻസ് അവരുടേതായ രീതിയിൽ നമ്മുടെ പ്ലാനുകളെ മാറ്റിമറിക്കും. ഇപ്പൊ ഞങ്ങൾ കാർ പോർച്ചിന്റെ കാര്യം പറഞ്ഞപ്പോൾ എന്തിനാ വെറുതെ കുട്ടികളെ നിങ്ങൾ ഇത്രയും സ്ക്വയർ ഫീറ്റ് കളയണത്, അത് നിങ്ങൾക്ക് ഒരു റൂമാക്കിയ 4 റൂമാവില്ലേ എന്നാണ് ഒരാൾ ആദ്യമേ ചോദിച്ചത് കേട്ടോ. നമ്മൾ റിക്വയർമെന്റ് ആയിട്ട് അങ്ങോട്ട് പോകുമ്പോൾ ശരിയാണ്, അവരുടെ നല്ലതും ചീത്തതൊക്കെ നമ്മൾ എടുക്കണമെങ്കിലും ഫുൾ ഇങ്ങനത്തെ കാര്യങ്ങളാണ് പറയാ. ഇപ്പൊ മഴവെള്ള സംഭരണിയുടെ കാര്യമാണെന്ന് വെച്ചാൽ എന്തിനാ അത്, നിങ്ങൾക്കൊരു കിണർ കുഴിച്ചാൽ പോരെ, നിങ്ങൾക്കൊരു ബോർവെൽ അടിച്ചാൽ പോരെ, അങ്ങനെയാണ് ഫസ്റ്റ് ചോദ്യം വരിക. നമ്മുടെ റിക്വയർമെന്റ്സ് അവരങ്ങനെ അവർക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത പോലെ. അതായത് അതിനെ അവര് ഒന്നുമില്ലെങ്കിൽ അതിനെ മാറ്റി കളയുക, അല്ലെങ്കിൽ അത് അവരുടേതായ രീതിയിലേക്ക് മാറ്റുക എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു കോമൺ, അത് നമുക്കൊരു തീരെ ഒട്ടും സുഖകരമല്ലാത്തൊരു കാര്യമായതുകൊണ്ട് നമ്മൾ അവരെയൊക്കെ അപ്പൊ തന്നെ ഡ്രോപ്പ് ചെയ്തു. അങ്ങനെ പറയുന്നവരെയൊക്കെ നമ്മൾ അപ്പൊ തന്നെ ഡ്രോപ്പ് ചെയ്ത് പോയി. പക്ഷെ നമുക്ക് എന്നാലും നല്ലൊരു ആളെ കിട്ടണല്ലോ. നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളപ്പോ ഒരു ഹൈ ലെവൽ ആയിട്ടല്ലോ ആദ്യം മുതലേ ഈ ഡിസ്കഷൻസും കാര്യങ്ങളെല്ലാം കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകുന്നു. ഒപ്പം മറ്റുള്ളവരായിട്ട് ഡിസ്കസ് ചെയ്തു, അവരുടെ അഭിപ്രായങ്ങൾ എടുത്തു. ഇങ്ങനെ കുറെ ആൾക്കാരെ കട്ട് ചെയ്ത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഞങ്ങളുടെ ഒരു പോളിസി എന്താ വിചാരിച്ചാൽ അറിയണ ആൾക്കാരായിട്ട് ഒരു ഡീലിങ്സിന് നിൽക്കരുത് എന്നുള്ളതാണ്. അതിപ്പോ ഏത് മേഖലയിലുള്ള ആൾക്കാരായാലും നമ്മൾ അറിയണവരാണെച്ചാൽ, പ്രത്യേകിച്ച് സുഹൃത്തുക്കള് ബന്ധുക്കള് അവര് ചെയ്യുന്ന ഇതിൽ നിന്ന് നമ്മൾ സർവീസസ് എടുക്കാൻ പരമാവധി ഒഴിവാക്കാറുണ്ട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങളൊരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് ഈസ് വർക്ക്, ഫ്രണ്ട്ഷിപ്പ് ഈസ് ഫ്രണ്ട്ഷിപ്പ്. അത് രണ്ടും തമ്മിലൊരു മിക്സ് ചെയ്യുന്ന ഒരു പരിപാടിയില്ല. അതിലേക്ക് ഞങ്ങളവിടെ ഇറങ്ങാറില്ല. കാരണം ഇപ്പൊ നമുക്ക് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ കണ്ടാ നമ്മൾ ചിലപ്പോ വർക്കിൽ നമ്മളൊരു പ്രശ്നം കണ്ടു കഴിഞ്ഞാൽ നമ്മളത് ഓപ്പൺ ആയിട്ട് പറയും. അപ്പൊ അത് നമ്മളൊരു ഫ്രണ്ടോ അല്ലെങ്കിൽ റിലേറ്റീവോ ആണെങ്കിൽ അത് അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റിക്കൊള്ളുന്നില്ല. കാരണം അല്ലെങ്കിൽ ചിലപ്പോൾ അവരത് എക്സ്പെക്ട് ചെയ്യില്ല. അപ്പൊ അങ്ങനത്തെ ഒരു കോംപ്ലിക്കേഷൻസ് വേണ്ടാത്തോണ്ട് നമ്മൾ പൊതുവെ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഒഴിഞ്ഞു മാറിയിട്ടാണ് കാര്യങ്ങളെല്ലാം ചെയ്യാറ്. നമ്മളിങ്ങനെ ഈ ഒരു പ്ലാനും ഇതൊക്കെ ആയപ്പോ പിന്നെ എന്താ പറയാ, ഒരു ആളെ കണ്ടുപിടിക്കണല്ലോ. അപ്പൊ നമ്മളിങ്ങനെ പലതും യൂട്യൂബിൽ നിന്നുള്ള പലരുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് നോക്കി. അപ്പൊ പലരുടെയും ഡേറ്റ് മിസ്മാച്ച്, അത് നമുക്ക് കുറച്ചൊക്കെ വർക്ക്ഔട്ട് ആവും തോന്നിയവരുടെയൊക്കെ നോക്കി, അവരുടെയൊക്കെ ഡേറ്റ് മിസ്മാച്ച് അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ പ്രശ്നങ്ങളായിട്ട് ഒരാളുടെ സെർച്ചിങ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ പോയിക്കൊള്ളുന്നില്ലല്ലോ. അതിന്റെ വഴിക്ക് നമ്മൾ പോവാന്നുള്ളതാണല്ലോ അതിന്റെ ഒരു രീതി. അത് പറയാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെയൊക്കെ ഒരു പോളിസി ഒക്കെ ഉണ്ടെങ്കിലും അവസാനം ഞങ്ങൾ പോയി ഞങ്ങളൊരു ഫ്രണ്ടിന്റെ അടുത്ത് തന്നെയാണ്. അതായത് ഒരു രായൻകോ ഇന്റീരിയേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥാപനം ഉണ്ടായിരുന്നു ഞങ്ങളുടെ നാട്ടില്. അടുത്ത് തന്നെ, വീടിന്റെ ഒരു 5-6 കിലോമീറ്ററിന്റെ ഡിഫറൻസേ ഉള്ളൂ. അപ്പൊ അവിടെ വർക്ക് ചെയ്യണത് അർജുന ആയിട്ട് എനിക്ക് നല്ല പരിചയമുണ്ട്. പല കാര്യങ്ങളിലും ഞങ്ങളൊപ്പം ഉണ്ടാവലുണ്ട്. അപ്പൊ നല്ല പരിചയം ഉണ്ടായിരുന്നു. അപ്പോ എന്തായാലും എല്ലാരോടും ഡിസ്കസ് ചെയ്യുന്ന രീതിയിൽ ഞങ്ങൾ അവനോടും ഈ പ്ലാന് പറഞ്ഞു, ഈ വിചിത്രമായ പ്ലാന് പറഞ്ഞു. പക്ഷെ അവൻ ആദ്യം പറഞ്ഞു അത് നമുക്ക് നോക്കാലോ. അവൻ ആ പ്ലാനിൽ സത്യം പറഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരുന്നു. അവൻ ആ ഐഡിയാസും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു ഇത് തോന്നി. അപ്പൊ പിന്നെ എന്താ വെച്ചാൽ നമ്മൾ കൂടുതൽ അവനുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ തുടങ്ങി. നമ്മളെല്ലാ പ്ലാനിന്റെ ഡീറ്റെയിൽസും എല്ലാം നമ്മൾ നമ്മളെ റിക്വയർമെന്റ് ആദ്യം ഫുള്ള് പറഞ്ഞു കൊടുത്തു. പിന്നെ അങ്ങനത്തെ വെച്ചു. അപ്പൊ പിന്നെ ഞങ്ങൾ 3 കൂടിയിട്ട് ഒരു പ്ലാൻ വരക്കൽ തുടങ്ങി. അതായത് സമയമുള്ളപ്പോൾ അവൻ്റെ അടുത്ത് പോയിട്ട് നമ്മളിങ്ങനെ പ്ലാൻ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. അതായത് നമ്മൾ റിക്വയർമെന്റ് ലിസ്റ്റ് അല്ലേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ, അതിനൊരു പേപ്പറിലൊരു പ്ലാൻ ആക്കണമല്ലോ നമുക്ക് എക്സിക്യൂഷൻ തുടങ്ങണമെങ്കിൽ. അപ്പൊ അതിന്റെ വർക്ക് തുടങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ പലപ്പോഴും മീറ്റ് ചെയ്തു, ഇടയ്ക്കിടയ്ക്ക് പോയി. അങ്ങനെ ഒരു റഫ് പ്ലാൻ ഏകദേശം നമ്മൾ ഉണ്ടാക്കിയെടുത്തു. നമ്മൾ ഇങ്ങനെ അർജുനായിട്ട് നല്ല ഡിസ്കഷൻ എല്ലാം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അവരുടെ ഓഫീസിലൊക്കെ പോകാറുണ്ടായിരുന്നു. അവിടെ പോയിട്ട് വരയ്ക്കാറൊക്കെ ഉണ്ടായിരുന്നു പ്ലാന്. അപ്പം അങ്ങനെയാണ് യഹിയനെ പരിചയപ്പെടുന്നത്. അപ്പോൾ യഹിയൻ ഓൾറെഡി ഒരുമിച്ച് ഒരുപാട് വർക്ക് ചെയ്തതാണ്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളൊരു മൊത്തത്തിലൊരു ഫ്രണ്ട്ഷിപ്പ് ആയി അവിടെ. ഇത് ചെയ്തിട്ട് ഞങ്ങൾ ഭയങ്കര പരിചയക്കാരായി. അതായത് അർജുനൊപ്പം കൂടി യഹിയും വന്നു.
പിന്നെ അവിടെ വരയ്ക്കുന്നവരും അവിടുത്തെ ഓഫീസിലുള്ള സ്റ്റാഫൊക്കെ ആയിട്ട് നമുക്ക് നല്ലൊരു പരിചയമായി. കാരണം ദിവസം പോവില്ല, ഞങ്ങൾക്ക് എപ്പോഴാണ് ഫ്രീ ഉള്ളത് വെച്ചാൽ ഞങ്ങൾ പോയിട്ട് ഞങ്ങൾ ഐഡിയാസ് പറയും, അവരത് കറക്റ്റ് അത് ഡ്രോയിങ് ആക്കി മാറ്റിക്കൊണ്ടിരുന്നു. അങ്ങനെ അതൊരു നല്ല രീതിയിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരു നല്ല രീതിയിലുള്ള ഡിസ്കഷൻ തുടങ്ങി. പിന്നെ ഈ സ്ട്രക്ചർ, ഫ്രെയിംഡ് സ്ട്രക്ചർ, അതായത് പില്ലറിൽ നിന്നൊക്കെ വെച്ച് ചെയ്യണതും അതെങ്ങനെ ചെയ്യും, പിന്നെ ചൂട് കുറയ്ക്കണം, അതിനെന്ത് ചെയ്യും, അങ്ങനെയൊക്കെ പല പല ഡിസ്കഷനും വന്നു. നാട്ടിലെല്ലാവരും വെട്ടുകല്ലുകൊണ്ടാണ് ഇതാക്കുന്നത്. അപ്പോൾ അത് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചൂടിന് പ്രത്യേകിച്ച് ഗുണവും ദോഷമൊന്നും ഉണ്ടാവാൻ പോകില്ല, ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവാൻ പോകില്ല. അപ്പോൾ നമ്മൾ ഒരു ഓപ്ഷൻ എന്നുള്ള രീതിയിൽ AC കൊണ്ട് ചെയ്യാന്നുള്ള ഒരു പ്ലാനിലെത്തി. പക്ഷെ അപ്പോൾ അതിൽ കുറേ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ പ്രശ്നങ്ങൾ വന്നു. കാരണം അതിൻ്റെ വീതി എന്ന് പറയുന്നത് ഒരു 20 സെൻറ്റിമീറ്ററേ ഉള്ളൂ. പക്ഷെ നമ്മൾ സാധാരണ ചുമരിൻ്റെയൊക്കെ വീതി ഒരു 25 സെൻറ്റിമീറ്റർ ഒക്കെ വരും. അപ്പോൾ അതിനകത്താണ് പില്ലറുകളെല്ലാം സാധാരണ ഡിസൈൻ ചെയ്യാറ്. അപ്പോൾ സ്ട്രക്ചർ അത് എങ്ങനെ അത് നമ്മളതിലേക്ക് സെറ്റാവും, അങ്ങനെ ഒരു പ്രശ്നം വന്നു. പിന്നെ ഈ ഒരു മൊത്തം പ്ലാൻ വന്നപ്പോൾ അതൊരു കുറച്ചൊരു സ്ട്രക്ചറൽ പ്രോബ്ലംസും അതിലേക്ക് വരുന്നുണ്ട് എന്നുള്ളത് അർജുനാണ് പറഞ്ഞത്. കാരണം ഇതൊരു സാധാരണ ഒരു പ്ലാൻ അല്ലല്ലോ, ഒരു സിമ്പിൾ വീടല്ലല്ലോ. അപ്പോൾ അതിന്റെ ഒരു നമ്മളിപ്പോ ഇങ്ങനെ പല വിചിത്രമായ റിക്വയർമെന്റും ആഡ് ചെയ്യുമ്പോൾ ബീം വേണം, ഇത് ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാൻ പാടില്ലല്ലോ. അപ്പൊ അതും നമ്മൾ ശ്രദ്ധിക്കണല്ലോ. അപ്പൊ അത് നമുക്ക് ഇതിനെ പറ്റി അറിയില്ലെങ്കിലും പുള്ളിക്ക് ഇത് അത്യാവശ്യം നന്നായിട്ട് വർക്ക് ചെയ്ത് ശീലമുള്ളത് കൊണ്ട് പുള്ളി തന്നെയാണ് നമ്മളോട് ചോദിച്ചത് ഒരു സ്ട്രക്ചറൽ കൺസൾട്ടേഷൻ വേണ്ടേ എന്നുള്ളത്. അപ്പോഴാണ് നമ്മൾ ഈ വക പ്രശ്നങ്ങളിലൊക്കെ എത്തിപ്പെട്ടത്. അത് വീതി, പില്ലർ വരുമ്പോൾ വീതി, കാരണം ചുമര് വരുമ്പോൾ പില്ലർ ഇങ്ങനെ മുഴച്ച് നിൽക്കുമ്പോൾ അതൊരു വൃത്തികേടല്ല വീടുകളിലൊക്കെ ചെയ്യുമ്പോൾ, കടകളിലൊക്കെ. അപ്പൊ അതെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം, അങ്ങനെ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ അതിന്റെ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, ഡ്രോയിങ് അതൊക്കെ എങ്ങനെ ചെയ്യാം. പിന്നെ ഈ ചുമരാകുമ്പോൾ നമുക്ക് വെട്ടിപ്പൊളിച്ച് എന്ത് വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ ഇങ്ങനെ ഈ പില്ലർ വരുമ്പോൾ, കോൺക്രീറ്റ് വരുമ്പോൾ അതിന്റെ ഇടയിൽ കൂടെ അത് ക്രോസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഒരുപാട് പ്ലാനിങ് അഡീഷണൽ ആയിട്ട് വേണ്ടി വന്നു. അപ്പൊ നല്ലൊരു കോംപ്ലിക്കേറ്റഡ് ആയി. അപ്പോൾ ഞങ്ങളിങ്ങനെ പലരുമായിട്ടും ഡിസ്കസ് ചെയ്തതായതല്ല. പിന്നെ അപ്പോൾ പുള്ളി കുറെ ഇൻപുട്ട് ഇട്ടു. അപ്പൊ നമ്മള് അവരോടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുള്ള രീതിയിൽ ചോദിച്ചപ്പോൾ അവർക്ക് ഓക്കെ ആയിരുന്നു. അവരെന്തായാലും ഞങ്ങള് ഓക്കെ ഒപ്പം ഉണ്ടെങ്കിൽ അവരൊരു കൈ നോക്കാന്നുള്ള ഒരു നിലപാടിലായിരുന്നു. കാരണം അവരും ഗ്യാരണ്ടി ഒന്നും തന്നില്ല. കാരണം ആദ്യമായിട്ട് ചെയ്യാണ്, ഇങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല, കോപ്പി അടിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നോക്കി ചെയ്യാൻ പറ്റില്ല. എല്ലാം നമ്മൾ തന്നെ കാര്യങ്ങൾ നോക്കിയിട്ട് ചെയ്യണം. അപ്പോൾ ക്ലയന്റും ബിൽഡറും തമ്മിലൊരു നല്ലൊരു ബോണ്ടിങ് ഉണ്ടെങ്കിൽ മാത്രമേ അത് നടക്കുള്ളൂ. അപ്പോൾ അവരും അതാണ് പറഞ്ഞത്, നമുക്ക് കോൺഫിഡൻസ് ഉണ്ട്, നിങ്ങളൊപ്പം നിൽക്കുവാണെങ്കിൽ നമുക്ക് നോക്കാന്നുള്ള രീതിയിൽ. അങ്ങനെ നമ്മൾ എന്താ വെച്ചാൽ അവർക്ക് കൈ കൊടുത്തു. അതാണ് ഉണ്ടായത്. അതായത് നമ്മളെ പോളിസി സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും കൊടുക്കില്ലായിരുന്നു. അവസാനം കറങ്ങി തിരിഞ്ഞ് നമുക്ക് ആകെ കിട്ടിയൊരു അതായത് കോൺഫിഡൻസ്, നമുക്ക് കോൺഫിഡൻസ്, ഞങ്ങൾക്ക് കോൺഫിഡൻസ് അവർ തന്നു എന്നുള്ളതാണ്. പിന്നെ അതേപോലെ അവര് നമ്മളെ ആൾട്ടർ ചെയ്യണമെന്നൊന്നും പറഞ്ഞില്ല. അവര് പകരം പുതിയ പുതിയ ഐഡിയാസ് തരികയാണ് ചെയ്തത്. അതേപോലെ പ്രശ്നങ്ങൾ പോയിന്റ് ചെയ്യുക, അങ്ങനെ. അതായത് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഇന്ന രീതിയിൽ ചെയ്താൽ നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ചെയ്യാം. അങ്ങനെയുള്ള ഒരു ഡിസ്കഷൻ ആയിരുന്നു നമ്മൾ കൂടുതലും ഉണ്ടായിരുന്നത്. കാരണം അവർക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. കാരണം അതിലുള്ള 2-3 ഫേംസിൽ കുറെ ആൾക്കാർ അത്യാവശ്യം നല്ല സീനിയേഴ്സ് ആണ്, കുറെ വർഷങ്ങളായിട്ടുള്ളതാണ്. അപ്പൊ അവര് അങ്ങനെ ഒരു പോസിറ്റീവായിട്ട് ഡിസ്കഷനും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ പിന്നെ നമുക്കും കുറച്ച് കോൺഫിഡൻസ് ആയി. ഓക്കെ, ചെയ്യാൻ ആളുണ്ട്, പിന്നെ നമ്മളും ഒരു കൈ നോക്കാന്നുള്ള രീതിയിൽ. അതായത് ഇപ്പൊ ഫുള്ള് അവരെ കഷ്ടപ്പെടുന്നതല്ല, നമുക്ക് പരമാവധി സപ്പോർട്ട് ചെയ്യാൻ കാര്യങ്ങളിൽ പറ്റുന്ന കാര്യങ്ങളിലൊക്കെ സപ്പോർട്ട് ചെയ്യാന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ നിന്നത്. അപ്പൊ അങ്ങനെ ഞങ്ങൾ അവരുമായിട്ടൊരു ഡീലിലെത്തി, എന്തായാലും തുടങ്ങാൻ തീരുമാനിച്ചു. അങ്ങനെ ഒരുപാട് ഡിസ്കഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നപ്പോ നമുക്ക് ഒരു കാര്യം ഏകദേശം തീരുമാനമായി. അതായത് ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയർ ഇതിന് നിർബന്ധമാന്നുള്ളത് അർജുൻ നിർബന്ധമായിട്ടും പറഞ്ഞു. കാരണം ഇങ്ങനത്തെ ഒരു ഇതാണ്. അപ്പോൾ അത് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാൻ പറ്റില്ലല്ലോ. പിന്നെ കുറെ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. അവർക്ക് ഒരുപാട് നാടൻ വീട് ചെയ്ത് പരിചയമുണ്ട്, പക്ഷെ ഇങ്ങനത്തെ ഒരു വ്യത്യസ്തമായ രീതിയിൽ ചെയ്തിട്ട് ഒരു പരിചയം അവർക്കും എക്സ്പീരിയൻസ് ഇല്ല. അപ്പോൾ അവരവരെ ചെയ്യണ സാധാരണ സ്ട്രക്ചറൽ കൺസൾട്ടേഷൻ ചെയ്യാവുന്നവരുടെയൊക്കെ കോൺടാക്ട് നമ്പർ എടുത്തിട്ട് നമ്മൾ വിളിച്ച് നോക്കിയിട്ട് 2-3 മീറ്റിംഗ് ഒക്കെ സെറ്റപ്പ് ചെയ്തു. പക്ഷെ അതിനകത്തും നമുക്ക് ഈ നേരത്തെ അതേ പ്രശ്നം തന്നെ ഉണ്ടായിരുന്നു. അതായത് നമുക്ക് കോൺഫിഡൻസ് കിട്ടിയില്ല. അതായത് നമുക്ക് കോൺഫിഡൻസ് കിട്ടിയില്ല. അതായത് അവരും ഇതേപോലെ ഇത് വേണോ, അല്ലെങ്കിൽ ഇതിങ്ങനെ മാറ്റിക്കൂടെ, ഇത് ഇത്ര രീതിയിൽ ചെയ്താൽ പോരെ, അതിപ്പോ AC-ന്റെക്കാട്ടിലും കുറച്ച് പൊന്തി നിന്നാൽ എന്താന്നുള്ള രീതിയിൽ. അപ്പൊ അത് നമുക്കൊരു ശരിയായി തോന്നിയില്ല. പിന്നെ സ്ട്രക്ചറൽ എഞ്ചിനീയർക്ക് കോൺഫിഡൻസ് ഇല്ലെങ്കിൽ പിന്നെ നമ്മളെ കാര്യം പറയണ്ടല്ലോ. അവർക്ക് കോൺഫിഡൻസ് ഉണ്ടാവും കേട്ടോ, പക്ഷെ നമുക്ക് അവരോട് സംസാരിച്ചപ്പോ നമുക്ക് കോൺഫിഡൻസ് ഉണ്ടായില്ല. അപ്പൊ അങ്ങനെ ഒരു 2-3 പേരുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്തു, പക്ഷെ കാര്യങ്ങളൊന്നും വർക്ക്ഔട്ട് ആയില്ല. നമ്മളെ ഡിസ്കഷനിൽ മെയിൻ ആയിട്ട് വന്നൊരു പോയിന്റ്, നമുക്കൊരു സ്ട്രക്ചറൽ എഞ്ചിനീയർ വേണം എന്നുള്ളതായിരുന്നു അർജുൻ്റെ ഒരു റെക്കമെൻഡേഷൻ.
നമ്മൾ പല കൺസൾട്ടേഷൻസും എടുത്തു, അത് 2-3 സ്ട്രക്ചർ എഞ്ചിനീയർമാരെ കൺസൾട്ടേഷൻ എടുത്തു. പക്ഷെ അവിടെ സംഭവിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ നിങ്ങൾ പറഞ്ഞ നേരത്തെ ഇതേ പ്രശ്നം ഉണ്ടല്ലോ, നമുക്ക് വേണ്ട ഇൻപുട്ട് നമുക്ക് കിട്ടിയില്ല അവരുടെ. നമ്മള് പറയുന്നത് അതേപോലെ ചെയ്യുക, അല്ലെങ്കിൽ ഇതിനെ കുറച്ചും കൂടി ഒപ്റ്റിമൈസ് ചെയ്യുക, അല്ലെങ്കിൽ കോസ്റ്റ് എഫക്റ്റീവ് ആക്കുക, അങ്ങനെ നമുക്കൊരു പോസിറ്റീവായ കുറച്ച് ഇൻപുട്സ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ അങ്ങനത്തെ ഒരു ഡിസ്കഷനിലേക്ക് ആരുടെയും പോയില്ല. 2-3 ആളുടെ കണ്ടതൊന്നും വർക്ക്ഔട്ട് ആയില്ല. അപ്പൊ പിന്നെ നമ്മൾ കൂടുതലും എന്താ പറയാ, നമ്മളെ ഫോക്കസ് വീണ്ടും ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയറെ തിരയുക എന്നുള്ളതായി മാറി. കുറെ തെരഞ്ഞു, ഗൂഗിളിലും അവിടെ ഇവിടെയൊക്കെ കാണുന്ന നമ്പറിലൊക്കെ വിളിച്ചു നോക്കി. അങ്ങനെ ലാസ്റ്റ് നമ്മൾ കറങ്ങി തിരിഞ്ഞെത്തിയത് ഗൂഗിളിൽ നിന്ന് നമ്പർ കിട്ടിയിട്ട് ഒരു സിൽവർ ഓക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓർഗനൈസേഷനിലെ ദിവ്യന്റെ നമ്പറായിരുന്നു കിട്ടിയത്. അപ്പോൾ ഭാഗ്യത്തിന് പുള്ളിക്കാരി ഞങ്ങളുടെ വീടിനകത്തുനിന്ന് ഏകദേശം ഒരു 20 കിലോമീറ്റർ അപ്പുറത്തായിരുന്നു ആ സമയത്ത് അവരുടെ ഒരു വർക്ക് റിലേറ്റഡ് ആയിട്ടും ജോലിയൊക്കെ ആയിട്ട് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ സംസാരിച്ചു. അപ്പം നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് ഈ പ്ലാന് അവർക്ക് ട്രാൻസ്ഫർ ചെയ്തു. പിന്നെ അവരുമായിട്ടുള്ള ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ ഇതിനകത്ത് ഒരു കാര്യം അതായത് എന്ന് വെച്ചാൽ അവർ കുറച്ചും കൂടി പ്രൊആക്റ്റീവ് ആയിരുന്നു. അതായത് നമ്മളുടെ പ്ലാന് നോക്കി അതിനനുസരിച്ചിട്ടുള്ള ഇൻപുട്സും സജഷൻസും പിന്നെ എന്തൊക്കെ മാറ്റം വരുത്തണം, അതായത് ഒരു സ്ട്രക്ചറലി വരുമ്പോഴുള്ള പ്രശ്നങ്ങളെല്ലാം അവർ കൃത്യമായിട്ട് പോയിന്റ് ഔട്ട് ചെയ്തു. അപ്പൊ പിന്നെ നമുക്കൊരു കോൺഫിഡൻസ് വന്നു. അപ്പൊ ദിവ്യ സിവിൽ എഞ്ചിനീയർ ആയിരുന്നു ബേസിക്കലി, പക്ഷെ പുള്ളിക്കാരിയുടെ ഹസ്ബൻഡ് കിരൺ ആയിരുന്നു സ്ട്രക്ചർ എഞ്ചിനീയർ. അപ്പൊ അവർക്ക് രണ്ടുപേർക്കും ഇത് കാര്യങ്ങൾ ഭയങ്കര സ്മൂത്ത് ആയിരുന്നു. കാരണം പ്ലാന് കണ്ട് അതിനനുസരിച്ച് സ്ട്രക്ചറലി മാറ്റുക എന്ന് പറഞ്ഞാൽ അവർക്ക് അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കേസ് ആയിരുന്നില്ല. പിന്നെ അവർക്ക് അതിനെക്കുറിച്ച് അത്യാവശ്യം നന്നായിട്ട് അറിവുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് സുഖമായി. അവർക്ക് നല്ല കോൺഫിഡൻസും ഉണ്ട്. പിന്നെ നല്ല നല്ല ഇൻപുട്സും കാര്യങ്ങളും, അത് എന്തൊക്കെ മാറ്റം വരുത്തണം, സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ മാറ്റം വരുത്തണം, അതേപോലെ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ മാറ്റം വരുത്തണം, അങ്ങനത്തെ ഒരുപാട് ഇൻപുട്സ് വരാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ എന്ത് ചെയ്തു, ഞങ്ങളെ ടീമിൽ ഇവരും കൂടി ജോയിൻ ചെയ്തു. അത് ദിവ്യയും ചേർന്നു, ഒപ്പം കിരണും ചേർന്നു. പിന്നെ ഓൾറെഡി അർജുന്റെ ഫ്രണ്ട് ആയിട്ടുള്ള യഹിയുണ്ട്. അങ്ങനെ മൊത്തം ഞങ്ങളൊരു 4 പേരായിരുന്നു. 4 പേരാണ്. അതായത് നമ്മളൊരു ബിൽഡർ പ്ലസ് എഞ്ചിനീയറിംഗ് സെക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ടീമായിട്ട് ഫോം ചെയ്തത്. ഞങ്ങളും കൂടി കൂടിയിട്ട് ഞങ്ങളൊരു ടീമായി. ആ ടീമാണ് ഇതിന്റെ മൊത്തം വർക്കും ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാം ഇത് ചെയ്ത് എന്താ പറയാ, വേണ്ട എല്ലാ കാര്യങ്ങളും പ്രിപ്പയർ ചെയ്തതും, അതായത് ആളുകളെ ഏർപ്പാടാക്കിയതും, അത് നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പ് അങ്ങനെ നമ്മൾ കുറെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഗ്രൂപ്പുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കി ഓരോ കാറ്റഗറിക്ക് അനുസരിച്ചിട്ട്. അങ്ങനെ ഞങ്ങൾ മൊത്തത്തിലൊരു ടീമായിട്ട് വർക്ക് തുടങ്ങി.